ഹലോ ഗൈസ്, ലക്കി സ്റ്റാർ ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് 5 മാസം തുടങ്ങുകയാണ്. അപ്പം ഇന്ന് അനോമലി സ്കാനിങ് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പോകുന്നത് ഇന്ന് 3 മണിക്കാണ് അപ്പോയിൻമെൻ്റ് ഉള്ളത്. അപ്പം ഞാനും എൻ്റെ കെട്ടിയവനും മോളും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയി വോട്ട് ചെയ്യണം. ഇന്ന് വോട്ടിൻ്റെ ഡേറ്റും കൂടിയാണ്. അപ്പോൾ വോട്ട് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ. അപ്പം 3 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. അതിൻ്റെ ഒപ്പം ഇപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ഒന്നര കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ ഒന്നര കഴിഞ്ഞ് പിന്നെ അവിടെ ചെറിയൊരു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നേരെ ചെറിയൊരു ജലദോഷം ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിയും ലേറ്റായിട്ട് കുറേ ദിവസം ലേറ്റ് ആകുമെന്ന് വിചാരിച്ച് ഞാൻ വേഗം തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. അപ്പം ഞങ്ങളിതാ വോട്ട് ചെയ്തിരിക്കുകയാണ്. കോപ്പി ചെയ്തു എന്നാ വെച്ചത് ജിനേഷ് ദിനമഞ്ഞ അമ്മ അയ്യ. അങ്ങനെ ഞങ്ങൾ വോട്ടൊക്കെ ചെയ്ത് നേരെ ബൈക്ക് താഴെ കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾക്ക് ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ബസ്സിൽ കയറി. ബസ്സിന് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് കറക്റ്റ് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. അപ്പം ഞങ്ങൾ ഒരുമിച്ചല്ലിരിക്കുന്നത്. ഞാനൊരു സ്ഥലത്തും കൊച്ചും അപ്പനും വേറൊരു സ്ഥലത്തും. അങ്ങനെ ഞങ്ങൾ നേരെ കാഞ്ഞങ്ങാടാണ് ഞങ്ങൾക്ക് സ്കാനിങ്. കാഞ്ഞങ്ങാട് ഷാജി സ്കാനിങ് സെൻറ്ററിലാണ്. അപ്പം ഇനി ചെന്നിട്ട് ഡോക്ടറെ കാണാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ചെന്നിട്ട് സമയമുണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ സ്കാനിങ് സെൻറ്ററിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ ഷാജി സ്കാനിങ് സെൻറ്ററിലേക്ക് എത്തി. ഞങ്ങളുടെ സ്കാനിങ് സെൻറ്റർ. അപ്പം ഞങ്ങൾ നേരെ 3 മണിയായില്ല ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ഗൈസ്. അവർക്ക് അന്നേരം അപ്പം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക. മുട്ടായി ഉണ്ടല്ലേ? അമ്മയ്ക്ക് തരുമോ? അമ്മയ്ക്ക് തരും മുട്ടായി. തീർന്നോ? അതുകൊണ്ട് അവൾ തീർത്തു. ഞങ്ങൾ 3 മണിക്ക് അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞു വന്നതാണ്. നേരെ ഡോക്ടറിൻ്റെ ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയോ? മുട്ടായി. ഇതെന്നെ മുട്ടായിയാ? എന്നെയാണോ? എന്നെ മുട്ടായി? ജെംസ് മുട്ടായി. ജെംസ് മുട്ടായി. എനിക്ക് വന്നിട്ട് നീ എടുക്കുവാണോ? പോയി. അയ്യോ, അങ്ങനത്തില്ല. അപ്പം ഞങ്ങളിങ്ങനെ വെള്ളമൊക്കെ കുടിച്ച്, വെള്ളമൊന്നും കുടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇവിടെ താഴെ എടുത്തിട്ട് അവിടെ സൗണ്ട് ഒച്ചപ്പാട്. ഇത് 2nd ഫ്ലോറിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ അവിടെ ഇത് നല്ല സൗണ്ടൊക്കെ ചവിട്ടി. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് റൂം ഇവിടെ ഉണ്ടായിരുന്നു. റൂമിൽ വന്ന് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുക. ഡോക്ടർ വരുന്നവിടെ വരെ ഞങ്ങളിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട്. കാഴ്ചയൊന്നുമില്ല, ചുമ്മാ മരങ്ങളൊക്കെ ഉണ്ട്. മരങ്ങളൊക്കെ കാണാം. അല്ല ഞാൻ എന്നാ മരമുള്ള? ഇതെന്നാ മരം? എന്നാ മരമുള്ള? മാവ്. മാവ്. അതേതാ? പേര. പേര. അങ്ങനെ അനോമലി സ്കാനിങ് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഗൈസ് ഏതാ ബോയ് ആണോ ഗേളാണോ കൺഫേം ആക്കിയിട്ട് പറയാം കേട്ടോ. നിങ്ങൾ ഗസ് ഏതാണെന്ന് നമുക്ക് അതുപോലെ ഗസ് ചെയ്യണം. ആൺകൊച്ചാണോ അതോ പെൺകൊച്ചാണോ ഗസ് ചെയ്യണം കേട്ടോ. പിന്നെ എനിക്ക് ആൺകൊച്ചാണ് വേണ്ടേ പെൺകൊച്ചാണ് വേണ്ടേ? ഏത് കൊച്ചാണ് എനിക്ക് വേണ്ടേ? ചേട്ടനാണോ വേണ്ടേ ചേച്ചിയാണോ വേണ്ടേ? ചേച്ചിയാണോ വേണ്ടേ? ആൺകൊച്ചാണ് വേണ്ടേ പെൺകൊച്ചാണ് വേണ്ടേ? വാവ ഏത് വാവയാണ് വേണ്ടേ? ഏത് വാവയാണ് വേണ്ടേ? അനിയനാണോ വേണ്ടേ അനിയത്തിയാണോ വേണ്ടേ? അനിയനാണോ വേണ്ടേ? എഡു ചേട്ടാനെ പോലെയാ? എഡുവിനെ പോലെയാണ് അനിയനാ? ആൺകൊച്ചിനോട് താല്പര്യം. എഡുവിനൊക്കെ അമ്പിളാരൊക്കെ ഇഷ്ടം അല്ല? പിന്നെ എടിച്ചേട്ടാനെ ഇഷ്ടമാണോ? എടിച്ചേട്ടാനെ ഇഷ്ടമാണോ? എടിച്ചേട്ടാനെ പോലെ ഒരു കുഞ്ഞാവേ വേണ്ടേ? അങ്ങനെ
അങ്ങനെ അയ്യോ എല്ലാവരും നടന്നു പോകുന്നുണ്ട്, അവിടെ കാണാം. അങ്ങനെ ഞങ്ങൾ കാഞ്ഞങ്ങാട് വന്നിട്ട് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. എന്താ ചോദിച്ചാ ഹലോ സ്കാനിങ് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ചായ കുടിക്കാൻ ഞാൻ വേണോ ചായ കുടിക്കാൻ വേണ്ടി വന്നു ഗൈസ്. ഡോക്ടറെ കാണാൻ പറ്റിയില്ല. ഇപ്പോൾ താഴെ കാലത്ത് ഞാൻ ഡോക്ടറെ കാണാൻ പറ്റും. മെനക്കേടാ. ഇത് സൂപ്പറാണോ? സൂപ്പറാണോ? സൂപ്പറാ? അങ്ങനെ ഞങ്ങളൊരു ഷേക്കൊക്കെ അടിച്ച് ഒരു പപ്സൊക്കെ തിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് ബസ് കിട്ടിയില്ല. ഇലക്ഷൻ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു, ബസ് കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ ഇച്ചയുടെ ഒരു കൂട്ടുകാരൻ വന്നു. അങ്ങനെ ഇച്ചയുടെ ഒരു കൂട്ടുകാരൻ കാഞ്ഞങ്ങാട് വന്നിട്ടുണ്ട്. അങ്ങനെ ആ വണ്ടിക്ക് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം എന്താ പറയുക, ഞങ്ങൾ സ്കാനിങ് ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 2 മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, സന്തോഷമായി. അപ്പം കൊച്ചേതാണെന്നൊന്നും അവർ പറയില്ല, അങ്ങനെയുണ്ട്. അപ്പം ഞങ്ങളുടെ ഏകദേശം ഒരു നിഗമനത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിക്കണം എന്നില്ല കേട്ടോ, ഒരു നിഗമനത്തിൽ ഞങ്ങളെത്തി. അപ്പം ആരായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, സന്തോഷമായിരിക്കുന്നു. അപ്പം നല്ല ക്ഷീണമുണ്ട്, അതുപോലെ നല്ല ജലദോഷത്തിൻ്റെ കോളൊക്കെ ഉണ്ട്. അപ്പം നല്ല തണുപ്പൊക്കെ ആയിരുന്നു വൈകുന്നേരം ആയപ്പം. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.